എന്താണ് RSSൻ്റെ ശാഖ? എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് RSSൻ്റെ ശാഖയിൽ നടക്കാറുള്ളത്? ആരാണ് അവിടെ അധികാരിയായിട്ട് നിൽക്കാറുള്ളത്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് 101ാമത്തെ വർഷത്തിലേക്കാണ് RSSൻ്റെ ശാഖ, RSS എന്ന പ്രസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചിട്ടവട്ടമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചിട്ടവട്ടത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് ഒന്നു മാത്രമാണ് RSSന് ഇത്രയും കാലം സർവൈവ് ചെയ്ത് നിൽക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയിട്ടുള്ളത്. ഒരിക്കൽ പോലും പിളർപ്പിലേക്ക് പോകാൻ ഈ സംഘടനക്ക് അത്തരം പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവരുടെ പ്രവർത്തനവും ശൈലിയും കൃത്യമായിട്ടുള്ള ഒരു വിഷനോട് കൂടിയുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഫങ്ഷനിങ്ങും അതിൻ്റെ അകത്ത് നിർണായക ഘടകമാണ്. എന്താണ് ശാഖ? അതായത് ഒരു പ്രദേശത്തുള്ള വ്യക്തികളെ ഒന്നിച്ചിരുത്തി ഒരു ദിശയിലേക്ക്, ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്മേളനം ഒരു ചിട്ടവട്ടം എന്നുള്ള രീതിയിലാണ് RSSൻ്റെ ശാഖയെ നമുക്ക് കാണാൻ പറ്റുന്നത്. RSSൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. RSSൻ്റെ ശാഖ നിയന്ത്രിക്കുന്നത് ആരാണ്? ശാഖ മുഖ്യ ശിക്ഷക്. അതായത് ആ പ്രദേശത്തുള്ള ഒരു വ്യക്തി കൃത്യമായിട്ട് RSSൻ്റെ ഫങ്ഷൻസും ചിട്ടവട്ടങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ RSSൻ്റെ ശാഖ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തും. അങ്ങനെയുള്ള ഒരാളുടെ പേരാണ് മുഖ്യ ശിക്ഷക്. ആ ശാഖയുടെ പൂർണ്ണ നിയന്ത്രണം, എങ്ങനെയാണോ ആ ശാഖ പോണ്ടത് കൃത്യമായി ചിട്ടവട്ടങ്ങളോട് കൂടി നടത്താനുള്ള ചുമതല RSSൻ്റെ മുഖ്യ ശിക്ഷകനാണ്, ശാഖാ മുഖ്യ ശിക്ഷകനാണ് ഉള്ളത്. ഈവൻ ഒരു RSSൻ്റെ ഒരു വലിയ നേതാവ്, ഈവൻ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് വന്നാൽ പോലും, വന്ന് ഒരു ശാഖയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ശാഖയുടെ നിയന്ത്രിക്കാനുള്ള ചുമതല ഒരിക്കലും മോഹൻ ഭാഗവതിനായിരിക്കില്ല. പകരം RSSൻ്റെ ആ മുഖ്യ ശിക്ഷകായിരിക്കും ആ ശാഖയെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള അവകാശമുള്ളത്. അതാണ് ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഏതൊരു പ്രമുഖ വ്യക്തി വന്നു കഴിഞ്ഞാൽ പോലും RSSൻ്റെ ശാഖയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്രവർത്തകനായിട്ട് വന്നിട്ടിരിക്കേണ്ടി വരും. അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് RSSൻ്റെ ശാഖാ മുഖ്യ ശിക്ഷകനാണ്. അയാളാണ് ആ ശാഖയുടെ പൂർണ്ണ നിയന്ത്രണവും അധികാരിയുമായിട്ടുള്ള വ്യക്തി. ശാഖ എന്നുള്ളത് ഒരു സംസ്കൃത പദമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്രാഞ്ച് ശിഖരം എന്നൊക്കെയാണ്. മലയാളത്തിലും ശാഖ എന്ന് ഉപയോഗിക്കാറുണ്ടെങ്കിലും ശാഖ എന്നുള്ളത് ഒരു സംസ്കൃത പദമാണ്. ആ സംസ്കൃത പദത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് RSSനെ ഒരു വൃക്ഷമായി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒരു ശിഖരം എന്നുള്ള രീതിയിലാണ് ശാഖയെ കണക്കാക്കപ്പെടുന്നത്. ഓരോ ശാഖയും ആ വൃക്ഷത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ശാഖ എന്നുള്ള പേര് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. എന്താണ് ശാഖയിൽ നടക്കുന്നത്? കായികമായിട്ടും മെൻ്റലിയും എല്ലാം കൂടി ഒരു പ്രദേശത്തുള്ള മുഴുവൻ RSSൻ്റെ പ്രവർത്തകനെയും ഒന്നിച്ചിരുത്തി പരിവപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് RSSൻ്റെ ശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കായികമായിട്ടും മെൻ്റലി ആയിട്ടുള്ള വിവിധ തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് RSSൻ്റെ ശാഖ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ആദ്യം അവരുടെ ഗുരു എന്ന് പറയുന്നത് RSSൻ്റെ ആ ധ്വജമാണ്, അതായത് കൊടി. RSSൻ്റെ കൊടിയാണ് അവരുടെ ഗുരു. ആ ഗുരുവിനെ വന്ദിച്ചതിന് ശേഷം ആണ് ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് ആ ശാഖ മുന്നോട്ട് പോകുന്നത്. ആദ്യം സൂര്യനമസ്കാരം പോലുള്ള പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം റോഡ് മാർച്ചിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ കായികമായിട്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. അവസാനം ഒരു ബയോടെക് ചേർന്ന് അതാത് പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളും അടുത്ത പ്രോഗ്രാമിനേക്കുള്ള ചർച്ചകളും
മറ്റുമൊക്കെ ആയിട്ട് ചില പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി സംസാരിച്ചിട്ടാണ് RSSൻ്റെ ശാഖ അവസാനിക്കുന്നത്. അവസാനിക്കുമ്പോൾ പ്രാർത്ഥനാഗീതം ചൊല്ലിക്കൊണ്ടാണ് RSSൻ്റെ ശാഖ അവസാനിക്കുന്നത്. ഇതിലൊരിക്കലും പൊളിറ്റിക്കലി നമ്മൾ പറയുന്ന പോലെ RSSൻ്റെ ശാഖയിൽ വന്നിട്ട് ഡെയിലി അവിടെ പ്രസംഗമോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. RSSൻ്റെ ശാഖ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ വന്ന് പ്രസംഗിക്കുന്നു, വർഗീയത പറഞ്ഞു ഫലിപ്പിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും RSSൻ്റെ ശാഖയിൽ ഒരിക്കലും നടക്കാറില്ല. RSSൻ്റെ ശാഖ എന്ന് പറയുന്ന ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടത്തിന് പുറത്തുള്ള ഒരു കാര്യങ്ങളും RSSൻ്റെ ശാഖയിൽ നടക്കില്ല. പോരാത്തതിന് ഈ വാളുകൊണ്ട് വെട്ടാനും അല്ലെങ്കിൽ പിന്നെ തോക്കെടുത്ത് ഉപയോഗിക്കാനും ബോംബുണ്ടാക്കാനും ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും RSSൻ്റെ ശാഖയുടെ ഒരു ഭാഗത്ത് ഒരു പാർട്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ചില ഇൻഡിവിജ്വലായുള്ള വ്യക്തികൾ, RSSൻ്റെ പ്രവർത്തകർ സ്വയം ജീവൻ രക്ഷിക്കാനും ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സ്വമേധയാൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ശാഖ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് പലർക്കും സംശയം. RSSൻ്റെ ശാഖ ഒരിക്കലും ഒരു പ്രൈവറ്റ് സ്പേസിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ഓടക്കുണ്ടിലോ അല്ലെങ്കിൽ പിന്നെ ചാലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ല RSSൻ്റെ ശാഖ എന്ന് പറയുന്നത്. പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സ്പേസ് കണ്ടെത്തി അവിടെ വച്ചിട്ട് മാത്രമാണ് RSSൻ്റെ ശാഖ നടക്കുന്നത്. അതല്ലാതെ ഒരു റൂമിനുള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിലോ വെച്ചിട്ടല്ല RSSൻ്റെ ശാഖ നടക്കാറുള്ളത്. പബ്ലിക് പ്ലേസസ്സാണ് 90% ശാഖയിൽ നടക്കാറുള്ളത്. മിക്ക സമയത്തും മഴയോ മറ്റു കാരണങ്ങളോ ഉണ്ടെങ്കിൽ അഥവാ ഒരു 10% മറ്റോ അകത്തളങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം കോമൺ ആയിട്ട് RSSൻ്റെ ശാഖ എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസിൻ്റെ അകത്താണ് മാത്രമാണ് RSSൻ്റെ ശാഖ നടക്കാറുള്ളത്. ഇനിയാണ് RSSൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടോ? RSSന് മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. RSSന് മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ പബ്ലിക്കലി വന്നിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഇനി നാളെ മുതൽ നിങ്ങൾ RSSൻ്റെ മെമ്പറാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും RSSലില്ല. RSSൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് RSSൻ്റെ ഗുരുദക്ഷിണയാണ്. ആ ഗുരുദക്ഷിണ എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും വരാൻ, താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട. നിങ്ങൾക്ക് RSSൻ്റെ ഒരു മെമ്പറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ RSSൻ്റെ ഗുരുദക്ഷിണയിൽ പോവുക, നിങ്ങളുടെ പേരും ശാഖാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു എമൗണ്ട്, അത് 1 രൂപയായാലും ഇവൺ കാലി ഒരു പേപ്പർ ആയിക്കഴിഞ്ഞാൽ പോലും അവിടെ ഇടാം. അവിടെ നിങ്ങളുടെ പേരും വിലാസവും പിന്നെ ശാഖയുടെ നമ്പറും ഒക്കെ എഴുതിയിട്ട് കൃത്യമായിട്ട് മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു സംഘടന തന്നെയാണ് RSS. പക്ഷേ ഫോഴ്സ്ഫുള്ളി ഒരാളെയും കൊണ്ട് നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുപ്പിക്കാനോ നിങ്ങളുടെ മെമ്പറായിട്ട് നിലനിൽക്കണമെന്നുള്ളതോ RSSന് നിർബന്ധമില്ല. സ്വയം സേവകൻ എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് അവിടെയും പ്രാവർത്തികമാണ്. സ്വയം നിങ്ങൾക്ക് ഒരു RSSൻ്റെ പ്രവർത്തകനായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അത്രയേ ഉള്ളൂ RSS എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പാർട്ടി പരിപാടിക്ക് BJPയുടെ പരിപാടിക്ക് വന്നില്ല, അല്ല RSSൻ്റെ പരിപാടിക്ക് വന്നില്ല എന്നുള്ള രീതിയിലൊന്നും ആരും സംസാരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, പ്രവർത്തിക്കാം. ഈവൻ RSSൽ വേറെ ആരും പ്രോഗ്രാമിന് വന്നിട്ടില്ലെങ്കിൽ കൂടി 2 ആളുണ്ടെങ്കിൽ, ശാഖാ മുഖ്യ ശിക്ഷകം വേറെ ഒരു ആളും ഉണ്ടെങ്കിൽ അവിടുത്തെ ശാഖ കൃത്യമായിട്ട് നടക്കും. നിങ്ങൾ 19 ആളുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു 10 ആളുണ്ടെങ്കിൽ മാത്രമേ RSSൻ്റെ ശാഖ നടക്കുന്നൊന്നുമില്ല. അവിടെ ഒരു RSSൻ്റെ പ്രവർത്തകൻ വന്ന് ധ്വജം ഉയർത്തി RSSൻ്റെ പ്രാർത്ഥനയും ചൊല്ലി വേണേൽ RSSൻ്റെ ശാഖ നടത്താൻ പറ്റും.